ഇന്ത്യ പാക് സംഘർഷം, സൈന്യത്തെ അഭിനന്ദിച്ച് സർവകക്ഷി യോഗം. കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നിയമിച്ചു. നിലവിലെ അധ്യക്ഷനായിരുന്ന K. സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി ക്ഷണിതാവാക്കി. അടൂർ പ്രകാശ് UDF കൺവീനർ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉച്ചയ്ക്ക് ശേഷം ഫലം പ്രഖ്യാപിക്കും. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. പാലപ്പള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി. വട്ടത്തൊടി ഖദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. പൂഞ്ചിലെ ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. പാക് പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകാൻ സേനകൾക്ക് കരസേനാ മേധാവി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേർന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിയന്ത്രണ രേഖയിലെ സാഹചര്യം സൈന്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം കര, വ്യോമ, നാവിക സേനകൾ വിലയിരുത്തി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേനകൾ സജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളോട് അവശ്യവസ്തുക്കളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശം നൽകി. ജമ്മുവിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ഇന്ത്യൻ ആർമിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വിജയത്തിനുമായി ഗുരുവായൂരിൽ വഴിപാട്. പൊതുപ്രവർത്തകൻ വത്സൻ താമരയൂരാണ് ജവാന്മാരുടെ ആരോഗ്യത്തിനായി ഗുരുവായൂർ ദേവസ്വം കീഴേടമായ താമരയൂർ ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചത്. ഇതിനായി എള്ളുതിരി, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ഷീട്ടാക്കി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ സണ്ണി ജോസഫ് MLA അധ്യക്ഷനായി നിയമിച്ചു. നിലവിലെ അധ്യക്ഷനായിരുന്ന K. സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കി. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും നിയമിച്ചു. അടൂർ പ്രകാശിനെ UDF കൺവീനറായും നിയമിച്ചു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. നിലവിൽ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 4 ദിവസത്തിലേറെ പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു. നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും പൂനെ NI ലാബിലും നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത് 3ാം തവണയാണ് മലപ്പുറത്ത് രോഗം സ്ഥിരീകരിക്കുന്നത്. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉച്ചതിരിഞ്ഞ് 3-ന് ഫലപ്രഖ്യാപനം നടത്തും. ഇത്തവണ 72 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടന്നത്. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. അതിൽ 2,17,696 ആൺകുട്ടികളും 2,09,325 പെൺകുട്ടികളും ഉണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. സംഗമേശ്വര മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. വ്യാഴാഴ്ച രാത്രി 8:10-നും 8:45-നും മധ്യേ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി നഗരമണ്ണുമന നാരായണൻ നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിച്ചു. മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി പരികർമ്മിയായിരുന്നു. മണിനാഥത്തിന്റെ അകമ്പടിയിൽ നടന്ന കൊടിയേറ്റം ദർശിക്കാൻ ഒട്ടേറെ ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. താന്ത്രിക ചടങ്ങിന് പ്രാധാന്യം നൽകുന്ന ഉത്സവത്തിൽ ആചാര്യവരണ ചടങ്ങിന് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ക്ഷേത്രം തന്ത്രിമാരായ നഗരമണ്ണ്, അണിമംഗലം, തരണനെല്ലൂര് കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കൂറയും പവിത്രവും നൽകി സ്വീകരിക്കുന്ന ചടങ്ങാണ് ആചാര്യവരണം. കുളമൺ മൂസാണ് ചടങ്ങ് നിർവഹിച്ചത്. പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിച്ച കൂർച്ചം, പുതിയ കൊടിക്കൂറ, മണി, മാല എന്നിവ ആവാഹിച്ച് പൂജിച്ചു. തുടർന്ന് പാണികുട്ടി,
പുറത്തുവന്ന് കൊടിമര പ്രദക്ഷിണം ചെയ്ത് പൂജ നടത്തിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കുരുമ്പ് മൃദംഗ കളരിയുടെ നേതൃത്വത്തിൽ കിഴക്കേ നടപ്പുരയിൽ മൃദംഗമേള അരങ്ങേറി. ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച രാത്രി നടക്കും. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കുട്ടിലാക്കൽ പറമ്പിൽ നടത്തുന്ന എക്സിബിഷനിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെയും ദേവസ്വം ഓഫീസിന്റെ സമീപത്തുള്ള ബഹുനില അലങ്കാര പന്തലിന്റെയും അലങ്കാര ദീപങ്ങളുടെയും സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, കൗൺസിലർമാരായ സ്മിത സന്തോഷ് ബോബൻ, നഗരസഭാ മുൻ ചെയർമാൻ MP ജാക്സൺ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിവേട്ട ആൽത്തറയുടെ അലങ്കാര ദീപങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. പ്രവാസിയായ നിഷാർ അഷറഫാണ് പള്ളിവേട്ട ആൽത്തറയുടെ ദീപാലങ്കാരം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ കന്നുകുട്ടിയാണ് ചത്തത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിൽ പുലിയിറങ്ങിയത്. പശുവിനെ കറക്കാൻ എത്തിയ വീട്ടുകാരാണ് കന്നുകുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. 1 മാസം പ്രായമായ കന്നുകുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. റോഡ് മുറിച്ചു കടന്ന തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 1 മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനംവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. തോട്ടമേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. റോഡ് ടാക്സ് അടയ്ക്കാത്തതും രൂപമാറ്റം വരുത്തിയതുമായ ടിപ്പറുകൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് വ്യാപക പരിശോധന നടത്തി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം 3 സ്ക്വാഡുകളായി തിരിഞ്ഞ് കാഞ്ഞാണി റോഡ്, വടക്കാഞ്ചേരി റോഡ്, NH എന്നീ ഭാഗങ്ങളിലായാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ബോഡി വലിപ്പം കൂട്ടി രൂപപരിവർത്തനം നടത്തിയ 6 ടിപ്പറുകളും റോഡ് ടാക്സ് അടയ്ക്കാത്ത 7 ടിപ്പറുകളും 2 എയർ ഹോണുകളും അടക്കം 20 കേസുകളിൽ നിന്നായി 1,30,000 രൂപ പിഴ ഈടാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PS ശ്രീജിത്ത്, CC വിനീഷ്, K വിപിൻ, പ്രേംകുമാർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം 4-ാം വാർഡിൽ തോട്ടുപുറത്ത് ബാലൻ മകൻ 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്നു പ്രണവ്. ഒല്ലൂർ ESIക്ക് സമീപം ഉണ്ടായ വാഹനാപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. ചിരിയങ്കണ്ടത്ത് കാരക്കട 54 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. റോഡ് കുറുകെ കടക്കുന്നതിനിടയിൽ കാർ ഇടിക്കുകയായിരുന്നു. ഒല്ലൂരിലെ ആക്ട്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചു. ഒല്ലൂർ വ്യവസായ എസ്റ്റേറ്റിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. തിരുവില്വാമല അവിൽ മില്ലിന് സമീപം റോഡരികിലെ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ലക്കിടിയിൽ നിന്നും വരികയായിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കോയമ്പത്തൂർ സ്വദേശി ബാബു ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരക്കൊമ്പ് പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതിയും തിരുവില്വാമല ഒറ്റപ്പാലം പ്രധാന പാതയിലെ ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസും KSEB തിരുവില്വാമല സെക്ഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് മരക്കൊമ്പ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ച് വൈദ്യുതി തൂൺ തകർന്നു. കാർ യാത്രികർക്ക് പരിക്ക്. കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഷൊർണൂർ ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്.
കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചയാളെ ആക്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിൽ 5 പേരും കാപ്പ ഉത്തരവ് ലംഘിച്ചയാളും അറസ്റ്റിൽ. കൊള്ളിത്തറ വീട്ടിൽ ഷാനവാസ്, മേത്തല അഞ്ചപ്പാലം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ വിജേഷ്, മേത്തല സ്വദേശി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഫാസിൽ, മേത്തല അഞ്ചപ്പാലം സ്വദേശി അറക്കുളം വീട്ടിൽ ഹനീസ്, മേത്തല എടമുക്ക് സ്വദേശി പെരുമ്പിയിൽ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റി സ്വദേശി വാലത്തറ വീട്ടിൽ മാക്കാൻ രാജേഷ് സുഹൃത്തുമൊത്ത് കാറിൽ സഞ്ചരിക്കവെയാണ് 5-അംഗ സംഘം ആക്രമിച്ചത്. 14 ഗ്രാം തൂക്കമുള്ള സ്വർണമാലയും 21,000 രൂപയും പ്രതികൾ കവർന്നിരുന്നു. അതേസമയം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ രാജേഷിനെ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ K സാലിം, സജിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ, നിനൽ, ജിജോ ജോസഫ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദിവസേന നിരവധി വാഹനങ്ങളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ അപകടം പതിയിരിക്കുന്നു. 150 അടിയിലേറെ താഴ്ചയുള്ള പഴയ കരിങ്കൽ ക്വാറിയാണ് ഇവിടെ റോഡരികിൽ മരണത്തിലേക്ക് വാപിളർന്ന് നിൽക്കുന്നത്. റോഡിനെയും ക്വാറിയെയും വേർതിരിക്കുന്ന ഭാഗത്ത് കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കുറയ്ക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പറയുന്നു. ധാരാളം വലിയ വാഹനങ്ങൾ ഈ വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ റോഡിന്റെ ഈ സൈഡില് വലിയൊരു പാറമട സ്ഥിതി ചെയ്യുന്നുണ്ട്, കരിങ്കൽ ഖനനം നടത്തിയിട്ട്. അപ്പോൾ ഇവിടെ സമീപം ഒരു നാമമാത്രമായ രീതിയിൽ ഒരു കമ്പിവേലി മാത്രമാണ് കെട്ടിക്കുന്നത്. ഈ കമ്പിവേലി ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല. മാത്രമല്ല, ഇതൊക്കെ തുരുമ്പ് പിടിച്ചു. ഇവിടെ ശരിക്കും വേണ്ടത് റെയിൽ ഗാർഡ് സ്ഥാപിച്ച് ഇവിടെ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അപകടം വരില്ല. റോഡിൽ കുത്തനെ ഇറക്കമുള്ള ഭാഗത്ത് ഏതെങ്കിലും വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാൽ ആഴമേറിയ ക്വാറിയിൽ ചെന്നു വീണ് ആളപായമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്കുണ്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ സൈക്കിളിൽ പോകുന്നത് ഇതുവഴിയാണ്. കൂടാതെ ചൊക്കന, പാലപ്പിള്ളി, കുണ്ടായി, മൈസൂർ, കവർ എസ്റ്റേറ്റുകളിലേക്കുള്ള തോട്ടം തൊഴിലാളികളും പുലർച്ചെ ഇരുചക്രവാഹനങ്ങളിൽ ജോലിക്ക് പോകുന്നതും ഇതുവഴിയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ക്വാറിയോട് ചേർന്നുള്ള റോഡരികിൽ ഉറപ്പേറിയ റെയിൽ ഗാർഡുകൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അതുവരെ മുന്നറിയിപ്പ് ബോർഡും രാത്രിയിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്ന തരത്തിലുള്ള വഴിവിളക്കും സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് രവീന്ദ്രനാഥ് അധികൃതർക്ക് നിവേദനം നൽകി. TCV കൊടകര. ഐക്കരക്കുന്നിൽ വീടിന് സമീപത്തിരുന്ന ബൈക്ക് റോഡിന് കുറുകെയിട്ട് കത്തിച്ചതായി പരാതി. ഐക്കരക്കുന്ന് സ്വദേശി മുണ്ടോക്കാരൻ വീട്ടിൽ ആന്റണി ഫ്രാൻസിസിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകി. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ജനതാദൾ എസിന്റെ തൃശൂർ ജില്ലാ ഭാരവാഹിയാണ് ആന്റണി ഫ്രാൻസിസ്. ബൈക്ക് കത്തിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നത് വ്യക്തമല്ല. പ്രശസ്ത സൈക്കിൾ സഞ്ചാരി AKA റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. എറിയാട് അയ്യാരിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രകളെ പ്രണയിച്ചിരുന്ന AKA റഹ്മാന് സൈക്കിളായിരുന്നു ജീവിതം. കെനിയയിലെ നെയ്റോബിയിൽ തൊഴിൽ തേടിയെത്തിയ അദ്ദേഹം പ്രശസ്ത സൈക്കിൾ സഞ്ചാരിയായ മോഹൻകുമാറുമൊത്താണ് സൈക്കിൾ യാത്രകൾക്ക് തുടക്കമിട്ടത്. സൈക്കിളിൽ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവനം, പത്രപ്രവർത്തനം എന്നിവയിൽ ഡിപ്ലോമകളും ധനതത്വശാസ്ത്രത്തിൽ MA ബിരുദവും നേടിയിട്ടുള്ള AKA റഹ്മാൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദേശീയോദ്ഗ്രഥനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. യാത്രയോടുള്ള പ്രണയം കൊണ്ട് തന്റെ വീടിന് യാത്ര എന്ന് പേര് നൽകി AKA റഹ്മാൻ. പുതിയ തലമുറയ്ക്ക് അപരിചിതനാണെങ്കിൽ കൂടി കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ AKA റഹ്മാനും സൈക്കിളിനും ഒരിടമുണ്ട്. ജില്ലാതല നഴ്സസ് വാരാചരണത്തോടനുബന്ധിച്ച് തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നഴ്സുമാർ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന വ്യക്തിപരവും തൊഴിൽപരവുമായ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ ബിന്ദു K നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഷീജ M, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് സജിത KC, നഴ്സിംഗ് ഓഫീസർ NB സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിന്നായി 200-ലധികം നഴ്സുമാർ സെമിനാറിൽ പങ്കെടുത്തു.
ഉദ്ഘാടനത്തിനൊരുങ്ങി തിരുവില്വാമല പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവില്ലാമലയുടെ ടൂറിസം സാധ്യതകൾക്ക് സഹായകരമാകുന്ന വഴിയോര വിശ്രമ കേന്ദ്രം സംസ്ഥാന ടൂറിസം വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയും ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വഴിയോര വിശ്രമ കേന്ദ്രം തിരുവില്ലാമലയിലെ നവസംരംഭകനായ നൌഫൽ ആനമലയാണ് ലേല നടപടികൾ പൂർത്തിയാക്കി നടത്തിപ്പവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രതിമാസം 31,600 രൂപ വാടകയ്ക്കാണ് നൌഫൽ ലേല നടപടികളിലൂടെ സ്വന്തമാക്കിയത്. ഉന്നത നിലവാരമുള്ള കഫ്റ്റീരിയ അടക്കമുള്ള സൗകര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്ക് എന്ന ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഉണ്ടാവുക. ടൂറിസം ഡിപ്പാർട്ട്മെന്റും ശുചിത്വ മിഷനും 10 ലക്ഷം രൂപ പദ്ധതിക്ക് വേണ്ടി നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 20 ലക്ഷം രൂപയും കൂടി ചേർത്ത് 30 ലക്ഷം രൂപയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. യാത്ര ചെയ്തു വരുന്ന ദൂരയാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനും അവർക്ക് ഒരു താൽക്കാലിക വിശ്രമത്തിനുമുള്ള സംവിധാനം അവിടെ തീർച്ചയായും ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. യുവാർ പ്രദീപ് MLA അധ്യക്ഷനായിരിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ വിശിഷ്ട സാന്നിധ്യമാകും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. TCV തിരുവില്ലാമല. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒട്ടകത്തിന്റെ ജഡം കണ്ടത്. തുടർന്ന് വാർഡ് കൗൺസിലറെയും കുന്നംകുളം പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അയൽവാസിയായ ഗൃഹനാഥനാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ടത് എന്ന് സ്ഥിരീകരിച്ചു. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ നഴ്സസ് ദിനാഘോഷം വിവിധ പരിപാടികളോടെ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി ഫ്ളാഗ് ഓഫ് ചെയ്ത റാലി തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ആരംഭിച്ച് സെന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ദിനാഘോഷം ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡെപ്യൂട്ടി DMO ഡോക്ടർ TK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ഷീജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ MCH ഓഫീസർ ഇൻചാർജ് MO റോസിലി, ഡോക്ടർ TK ജയന്തി, ജില്ലാ മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ, സെന്റ് തോമസ് കോളേജ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി കലാവാദ്യ സംഘങ്ങൾക്കുള്ള വാദ്യോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PK ഡേവിസ്, VN സുർജിത്ത്, ലിനി ഷാജി, P സാബിറ, പത്മം വേണുഗോപാൽ, കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സജു ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരത്തിന്റെ കൊടിയിറങ്ങി. വ്യാഴാഴ്ച രാവിലെ കാളി ദാരിക വാക്പോരിനും യുദ്ധത്തിനുമൊടുവിൽ ഓടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. പുലർച്ചെ പാലയ്ക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിൽ കയറി മതിലകത്തേക്ക് പടനയിച്ച കാളിയെയും ദാരികനെയും പൂരത്തിനെത്തിയ കൊമ്പന്മാർ അനുഗമിച്ചു. നടപ്പുര മേളത്തിനു ശേഷം കാളിയാണ് വാക്പോരിന് തുടക്കം കുറിച്ചത്. ദാരികപ്പട വാക്പോര് ഏറ്റുപിടിച്ചതോടെ കുപിതയായ കാളി തേര് പൊളിച്ച് യുദ്ധത്തിനൊരുങ്ങി. പേടിച്ചോടിയ ദാരികൻ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരുന്നു. കൊല്ലാനെത്തിയ കാളിയോട് കൊല്ലരുതേയെന്ന ദാരികൻ കാലുപിടിച്ചെങ്കിലും പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങി. തിടമ്പേറ്റിയ കൊമ്പന് കിരീടവും വാളും ഒഴിഞ്ഞതിനു ശേഷം കൊമ്പൻ കൊടിമരം തള്ളിയതോടെ പൂരത്തിന് സമാപനമായി. ദേശീയപാതയിൽ പോട്ട നാടുകുന്നിൽ ലോറിയിൽ കൊണ്ടുപോയിരുന്ന നിരോധിത ഉൽപ്പന്നമായ ഹാൻസ് ചാലക്കുടി പോലീസ് പിടികൂടി. ലോറി ഡ്രൈവർ മഞ്ചേരി സ്വദേശി അബ്ദുൾ മനാഫിനെ ചാലക്കുടി DYSP ബിജു കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു.
ലോറി നിറയെ ഹാൻഡ്സ് ഉൽപ്പന്നങ്ങൾ നിറച്ച ചാക്കുകളായിരുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഇവ കൊണ്ടുപോയിരുന്നത്. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര അന്വേഷണ സമിതി 2023 ഫെബ്രുവരി 16 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരമാണോ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത നിർദ്ദേശിച്ചു. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരെതിരെ സ്കൂളിലെ അധ്യാപിക നൽകിയ പരാതി നിയമാനുസൃതം പരിശോധിച്ച് തീരുമാനമെടുത്തോ എന്നും അറിയിക്കണം. പരാതി ഇന്റേണൽ കമ്മിറ്റി പരിശോധിച്ചിട്ടില്ലെങ്കിൽ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ആഭ്യന്തര അന്വേഷണ സമിതിയിൽ പരാതി നൽകിയ അധ്യാപികയ്ക്കെതിരെ അധ്യാപകൻ കമ്മീഷനിൽ നൽകിയ പരാതിയിലാണ് നടപടി. അധ്യാപിക നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി വ്യക്തത വരുത്തണമെന്നാണ് അധ്യാപകന്റെ ആവശ്യം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,351 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ പാക് സംഘർഷം, സൈന്യത്തെ അഭിനന്ദിച്ച് സർവകക്ഷി യോഗം. കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നിയമിച്ചു. നിലവിലെ അധ്യക്ഷനായിരുന്ന K സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി ക്ഷണിതാവാക്കി. അടൂർ പ്രകാശ് UDF കൺവീനർ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉച്ചയ്ക്ക് ശേഷം ഫലം പ്രഖ്യാപിക്കും. ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. പാലപ്പള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി. വട്ടത്തൊടി ഖദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.